ഇന്ന് നമ്മൾ ക്ഷേത്രപുരാണ പരമ്പരയുടെ 4-ാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓരോ ശിവക്ഷേത്രത്തിന്റെയും പ്രവേശനത്തിൽ ക്ഷേത്രപാലകൻ എന്ന കാവൽ ദൈവം ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തൻ ആദ്യം വന്ദിക്കേണ്ടത് ക്ഷേത്രപാലകനെയാണ്. ക്ഷേത്രപാലകൻ ഭക്തന്റെ മനസ്സിന്റെ ശുദ്ധിയും ഉദ്ദേശ്യവും പരിശോധിക്കുന്നു. ഭക്തന്റെ സുരക്ഷയ്ക്കായി ഭൂതഗണങ്ങളെ നിയോഗിക്കാൻ സൂചന നൽകുന്ന കാവൽക്കാരനാണ് ക്ഷേത്രപാലകൻ. അതുകൊണ്ട് തന്നെ ഓരോ ഭക്തന്റെയും ആത്മീയ യാത്ര ക്ഷേത്രപാലകനെ വണങ്ങുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമഃ ശിവായ. മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. തുടർന്ന് മഹാദേവന്റെ ഒരു മനോഹരമായ പുരാണകഥയും പങ്കുവയ്ക്കാം. അതിനുശേഷം ഇന്നത്തെ വിഷയം വിശദമായി നോക്കാം. കണ്ണുകൾ ഒന്ന് മൃദുവായി അടയ്ക്കൂ. ഒരു ദീർഘശ്വാസം എടുക്കൂ. മഹാദേവന്റെ നാമം മനസ്സിൽ ഒരു പ്രാവശ്യം വിളിക്കൂ. നമഃ ശിവായ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ണില്ലാത്ത ഒരു ഭക്തനെ പറ്റിയാണ്. പണ്ട് കാലത്ത് പമ്പയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ കേശവൻ എന്നൊരു അന്ധനായ ഒരു വയോധികൻ ജീവിച്ചിരുന്നു. എന്നാൽ അവന്റെ മനസ്പ്രകാശം നിറഞ്ഞതായിരുന്നു, കാരണം അവൻ മഹാദേവന്റെ ഭക്തനായിരുന്നു. എന്നും പുലർച്ചെ ഗ്രാമത്തിലുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ തന്റെ സന്തത സഹചാരിയായ ഒന്നുവടിയും പിടിച്ചുകൊണ്ട് കാടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അന്ധനായതിനാൽ അവന് ശിവലിംഗം കാണാൻ കഴിയില്ലായിരുന്നു. അവൻ അവന്റെ ഹൃദയത്തിലാണ് മഹാദേവനെ കണ്ടിരുന്നത്. അവൻ ശിവലിംഗത്തിന്റെ അടിയിൽ വിരലുകൾ സ്പർശിച്ചു പൂജിക്കുമായിരുന്നു. അതിൽ ഒരു അനന്തമായ സ്നേഹം അറിഞ്ഞിരുന്നു. എന്നാൽ ഗ്രാമക്കാർ പലപ്പോഴും കേശവനെ പരിഹസിക്കുമായിരുന്നു. കാണാൻ കഴിയാത്തവൻ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? അവന് മഹാദേവനെ കാണാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ കേശവൻ ഒരിക്കലും അതിനൊന്നും മറുപടി പറയാറില്ല. പകരം പുഞ്ചിരിക്കുകയാണ് പതിവ്. ഒരു ദിവസം ശക്തമായ മഴയിലും കാറ്റിലും പെട്ട് ക്ഷേത്രത്തിലെ ദീപങ്ങൾ അണഞ്ഞു. പൂജാരിയും ഗ്രാമക്കാരും ഭയപ്പെട്ടു, കാരണം ക്ഷേത്രത്തിൽ വെളിച്ചമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന കേശവൻ ശാന്തമായി അവരോട് പറഞ്ഞു, "എനിക്ക് വെളിച്ചം വേണ്ട, ഞാൻ ദീപം തെളിച്ചോളാം." അവൻ തന്റെ ഒന്നുവടിയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ ഒരിക്കലും ഇടറുകയോ തെറ്റുകയോ ചെയ്തില്ല. അവൻ നേരെ ശിവലിംഗത്തിന്റെ മുന്നിലെത്തി, ദീപം കണ്ടെത്തി, വീണ്ടും തെളിയിച്ചു. ഗ്രാമക്കാർ അത്ഭുതപ്പെട്ടു. ആ ദിവസം രാത്രിയിൽ പൂജാരി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മഹാദേവൻ അവനോട് പറഞ്ഞു, "കേശവൻ കണ്ണില്ലാത്തവനല്ല, അവൻ ലോകത്തെ കാണുന്നില്ല, പക്ഷേ എന്നെ കാണുന്നു. അവന്റെ ഹൃദയമാണ് അവന്റെ കണ്ണുകൾ." പൂജാരി ഉണർന്നപ്പോൾ മനസ്സിലാക്കി, കേശവന്റെ ഭക്തി സാധാരണക്കാരുടേതല്ല. അടുത്ത ദിവസം മുതൽ ഗ്രാമക്കാർ കേശവനെ ആദരത്തോടെ കാണാൻ തുടങ്ങി. അന്നുമുതൽ കേശവൻ ക്ഷേത്രത്തിലെ ദീപം തെളിക്കുന്ന വ്യക്തിയായി മാറി. അവന്റെ സ്പർശം ദീപത്തിന് ഒരു പ്രത്യേക ശാന്തത നൽകുന്നതായി എല്ലാവരും അനുഭവിച്ചു. കേശവൻ പറഞ്ഞു, "മഹാദേവനെ കാണാൻ കണ്ണുകൾ വേണ്ട, അവനെ കാണാൻ ഹൃദയം മാത്രം മതി." ഭക്തി ശരീരത്തിന്റെ കഴിവുകളിൽ അല്ല, മനസ്സിന്റെ ശുദ്ധിയിൽ ആണ്. ദൈവം നിശബ്ദമായി ഭക്തനെ നയിക്കും, മറ്റുള്ളവർ കാണാത്ത വഴികളിലൂടെ. യഥാർത്ഥ ദർശനം കണ്ണുകളിൽ അല്ല, ഹൃദയത്തിൽ ആണ്. ഇന്ന് പഠിക്കുന്നത് ഈ വീഡിയോ ക്ഷേത്രദർശനത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ പരമ്പരയുടെ 4-ാമത്തെ ഭാഗമാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു പതിവോ ആചാരമോ അല്ല, ഭഗവാനുമായുള്ള ഒരു ബന്ധമാണ്. ഇന്നത്തെ ഭാഗത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു ഭക്തൻ പാലിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലാണ് ദർശനം നടത്തേണ്ടത്, ദർശനത്തിനു ശേഷം എന്തൊക്കെ ആചാരങ്ങൾ പാലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ. അതോടൊപ്പം ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും പിന്നിലുള്ള ആത്മീയ അർത്ഥം എന്താണ് എന്നും അവ ഭക്തന്റെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹവും ഗുണങ്ങളും എന്തൊക്കെയാണ് എന്നും ഈ ഭാഗത്തിൽ വിശദമായി നോക്കാം. ഒരു ഭക്തൻ ഭഗവാന്റെ സന്നിധിയിൽ എത്തുമ്പോൾ പാലിക്കേണ്ട ഭക്തിയും വിനയവും ശാന്തതയും എത്ര പ്രധാനമാണെന്ന് കൂടി ഈ വീഡിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ഷേത്രപുരാണ പരമ്പരയിലെ പ്രധാന വിഷയങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് ഇവിടെ പറയാം.
മനുഷ്യബന്ധങ്ങൾ സ്നേഹത്തിലും വിശ്വാസത്തിലും നിൽക്കുന്നവയാണെങ്കിലും അവയ്ക്ക് നിബന്ധനകളും പരിമിതികളും ഉണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം നിബന്ധനകളില്ലാത്ത സ്നേഹത്തിന്റെ ഉദാഹരണമാണ്. ഭക്തനും ദൈവവും തമ്മിലുള്ള ബന്ധം രക്തബന്ധമല്ല, ഹൃദയബന്ധമാണ്. ഭക്തൻ തെറ്റിയാലും ദൈവം അവനെ വിട്ടുപോകില്ല. ഭക്തൻ വീണാൽ ദൈവം കൈപിടിച്ച് ഉയർത്തും. ഈ ബന്ധം ശാശ്വതവും നിബന്ധനകളില്ലാത്തതുമാണ്. ഭക്തി പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. ദൈവത്തിന് സ്വർണവും കല്ലും ഒരുപോലെയാണ്, പക്ഷേ ഭക്തന്റെ കണ്ണീർ ഏറ്റവും വിലപ്പെട്ടതാണ്. ഭക്തി ഒരു ഇടപാട് അല്ല, ഒരു സ്നേഹബന്ധമാണ്. ഭക്തൻ ഒരു പടി മുന്നോട്ട് വന്നാൽ ദൈവം 100 പടി ഓടിയെത്തും. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതുപോലെ തന്നെ ദൈവം ഭക്തനെയും കാത്തിരിക്കുന്നു. ഗുരുവായൂരപ്പനെ സ്തുതിച്ച് രചിക്കപ്പെട്ട മഹാഗ്രന്ഥം നാരായണീയം എങ്ങനെ ജനിച്ചു? കഠിനമായ വാതരോഗത്തിലും തളരാതെ ദൈവത്തെ സ്മരിച്ച ഭക്തന്റെ വിശ്വാസം. 100-ാം ദശകം പൂർത്തിയാക്കിയപ്പോൾ ലഭിച്ച ഗുരുവായൂരപ്പന്റെ ദിവ്യദർശനം. ഗുരുഭക്തി, ദൈവവിശ്വാസം, കവിതാസമർപ്പണം, ആത്മീയചരിത്രത്തിലെ മഹാഗാഥ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്യൂ പാലിക്കുകയും സഹഭക്തികളെ മാനിക്കുകയും ചെയ്യണം. ശുപാർശയോ അധികാരമോ ഉപയോഗിച്ച് മുൻപിലേക്ക് ഇടിച്ചു കയറുന്നത് ഭക്തിയുടെ മാർഗമല്ല. എളിമയും വിനയവും ഉള്ള ഭക്തിയെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. ഭഗവാൻ പണമോ വഴിപാടോ കൊണ്ട് സന്തോഷിക്കുന്നതല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയാണ് പ്രധാനത്. ഭഗവാൻ ശ്രീകോവിലിൽ മാത്രം അല്ല, ക്ഷേത്രമൊട്ടാകെ ദൈവചൈതന്യം നിറഞ്ഞിരിക്കുന്നു. പ്രസാദം വാങ്ങി കഴിക്കുമ്പോൾ ശുചിത്വവും തയ്യാറാക്കുന്ന രീതിയും ശ്രദ്ധിക്കണം. പ്രസാദം കഴിച്ചതുകൊണ്ടല്ല, ഭക്തിയാൽ ആണ് ഭഗവാൻ സന്തോഷിക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ എല്ലാ ഭക്തരും സമാനരാണ്. ഭക്തി, വിനയം, കരുണ, ശുദ്ധമായ മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ലഭിക്കൂ. ക്ഷേത്രത്തിൽ പോകുന്നത് അവസരപൂർവ്വം പല ക്ഷേത്രങ്ങൾ ചുറ്റാൻ വേണ്ടിയല്ല, സമയം എടുത്ത് ഭക്തിയോടെ ദർശനം ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം. നാം ഇതിനകം ഈ പരമ്പരയിൽ 3 വീഡിയോകൾ ചെയ്തു. ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പ്ലേലിസ്റ്റിലും ലഭ്യമാണ്. ഇന്ന് നമുക്ക് കാണാം ക്ഷേത്രപ്രവേശനം, ക്ഷേത്രപാലകൻ, ദർശനാനന്തര ആചാരങ്ങൾ, മടക്കയാത്രാ നിയമങ്ങൾ, ഭഗവാന്റെ അനുഗ്രഹം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ പറയുന്ന പ്ലേലിസ്റ്റുകളും പരിശോധിക്കാം. ശിവപുരാണ പരമ്പര. മഹാദേവൻ, മഹാദേവനെപ്പറ്റി അറിയേണ്ടതെല്ലാം. നാഗശക്തികൾ പരമ്പര. യുഗങ്ങളും പ്രപഞ്ച സൃഷ്ടികളും. മഹാദേവ ഭക്തി കഥകൾ. പ്രശസ്ത മഹാദേവ ക്ഷേത്രങ്ങൾ. ഓരോ ശിവക്ഷേത്രത്തിലും ഒരു ക്ഷേത്രപാലകൻ ഉണ്ടാകും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭക്തൻ ആദ്യം വന്ദിക്കേണ്ടത് ക്ഷേത്രപാലകനെയാണ്. ക്ഷേത്രത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ ഉള്ളിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന്റെ മാനസികമായ അനുമതി തേടുക എന്നത് പുരാതനമായ ആചാരമാണ്. നാം ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തന്നെ ക്ഷേത്രപാലകൻ ഭക്തനെ നിരീക്ഷിച്ചു തുടങ്ങുന്നു. നമ്മുടെ മനസ്സിലെ ചിന്തകളും ലക്ഷ്യവും ശുദ്ധമാണോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നു എന്നാണ് സങ്കല്പം. ഭൗതിക ലോകത്തെ മാലിന്യങ്ങളും അഹങ്കാരവും പുറത്തുപേക്ഷിച്ചാണ് നാം അകത്തേക്ക് കടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് ക്ഷേത്രപാലകനാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നാം തനിച്ചല്ല, ക്ഷേത്രപാലകന്റെ ശ്രദ്ധ നമ്മിലുണ്ട്. നമ്മെ സംരക്ഷിക്കാനുള്ള ഭൂതഗണങ്ങളെ നിയോഗിക്കാൻ ഭഗവാൻ സൂചന നൽകുന്നത് ഇദ്ദേഹമാണ്. ഓരോ ഭക്തന്റെയും ആത്മീയ യാത്ര ക്ഷേത്രപാലകനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തിന് അടിത്തറയിടുന്നത് പ്രവേശന സമയത്തുള്ള ഈ വന്ദനമാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ക്ഷേത്രപാലകനെ സ്മരിക്കുന്നത് ദർശനത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. ശിവക്ഷേത്ര ദർശനത്തിലെ അതിപ്രധാനമായ ഒരു ആചാരമാണ് ദർശനം കഴിഞ്ഞ് ക്ഷേത്രമുറ്റത്ത് അല്പനേരം ഇരിക്കുക എന്നത്. ഇത് വെറുമൊരു വിശ്രമമല്ല, മറിച്ച് ഭഗവാന്റെ ഭൂതഗണങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു സങ്കല്പമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറത്തിറങ്ങിയാൽ ഉടനെ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകരുത് എന്നാണ് ആചാരം. അല്പനേരം ക്ഷേത്രമുറ്റത്ത് ശാന്തമായി ഇരിക്കണം. സാധാരണയായി ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് ഇരിക്കാൻ അനുയോജ്യമായ സ്ഥലം. നാം ക്ഷേത്രമുറ്റത്ത് ഇരിക്കുമ്പോൾ ക്ഷേത്രപാലകൻ നമ്മുടെ ഭക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നു. നാം ഇരുന്നു എഴുന്നേൽക്കുമ്പോൾ ഈ ഭക്തന്റെ കാര്യങ്ങൾ ശുഭമായി ഭവിക്കട്ടെ എന്ന് ക്ഷേത്രപാലകൻ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇരിക്കാതെ പുറത്തേക്ക് പോകുന്നത് അപൂർണമാണെന്ന് പറയുന്നത്. ഭക്തൻ മടങ്ങുന്നത് ക്ഷേത്രപാലകന്റെ അനുമതിയോടെ ആയിരിക്കണം. നാം ഇരിക്കുമ്പോൾ ഭഗവാന്റെ വാഹനമായ നന്ദി നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാകും.
നന്ദിയാണ് ഭൂതഗണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഭക്തൻ തൃപ്തനാണോ, ദർശനം പൂർണ്ണമായോ എന്ന് നന്ദി പരിശോധിക്കുന്നു. നാം ശാന്തമായി ഇരിക്കുമ്പോൾ നന്ദി തന്റെ ഗണങ്ങളെ പിൻവലിക്കുന്നു. തുടർന്ന് നന്ദി ഭഗവാന് റിപ്പോർട്ട് നൽകുന്നു. അങ്ങയുടെ ഭക്തൻ സന്തുഷ്ടനായി മടങ്ങുന്നു എന്ന് നന്ദി ഭഗവാനെ അറിയിക്കുന്നു. ഭഗവാനും ഭക്തനും ഇടയിലുള്ള ഒരു കണ്ണിയായി നന്ദി ഇവിടെ പ്രവർത്തിക്കുന്നു. ക്ഷേത്രപാലകനും നന്ദിയും ഭക്തന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. ദർശനം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ലെന്ന് ഓർക്കുക. ദിവ്യമായ ഒരു കാവൽ സൈന്യം നമുക്ക് ചുറ്റുമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ക്ഷേത്രപാലകന്റെ അനുഗ്രഹം ഭൗതിക ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കുന്നു. ഭഗവാന്റെ പ്രതിപുരുഷന്മാരായി ഇവർ ഭക്തരെ സഹായിക്കുന്നു. ഇരുന്നു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പ്രധാന ബലിക്കല്ലിനെ ദൂരെ നിന്നു വന്ദിക്കണം. ഇത് ഭൂതഗണങ്ങളുടെ തലവന്മാർക്ക് നൽകുന്ന ആദരവാണ്. നന്ദിയുടെയും ക്ഷേത്രപാലകന്റെയും കാരുണ്യം ഭക്തനെ അനുഗമിക്കുന്നു. ഭഗവാന്റെ സന്നിധിയിൽ നമ്മുടെ സാന്നിധ്യം ഇവർ രേഖപ്പെടുത്തുന്നു. ആത്മീയമായ ഒരു ഹാജർ ബുക്കിൽ ഒപ്പിടുന്നത് പോലെയാണിത്. ഇവരുടെ അനുമതിയില്ലാതെ മടങ്ങുന്നത് മര്യാദകേടായി കരുതപ്പെടുന്നു. ഓരോ ക്ഷേത്രത്തിനും അതിന്റേതായ ആത്മീയ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കുന്നത് ഭക്തന്റെ കടമയാണ്. ക്ഷേത്രപാലകന്റെയും നന്ദിയുടെയും കാവൽ വീട്ടിലെത്തുന്നതുവരെ ഉണ്ടാകും. നാം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മുതൽ ഭഗവാന്റെ ഭൂതഗണങ്ങൾ നമ്മെ അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം. നാം ഭഗവാനെ വണങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഈ ഭൂതഗണങ്ങളും നമ്മുടെ കൂടെ പുറത്തേക്ക് വരുന്നു. നാം ഉടനെ ക്ഷേത്രത്തിനു പുറത്തേക്ക് നടന്നാൽ ഈ ഗണങ്ങൾ നമ്മുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർക്ക് ലഭിച്ചിട്ടുള്ള നിയോഗം ക്ഷേത്രവും ഭഗവാനുമായുള്ള ബന്ധമാണ്. നാം ക്ഷേത്രമുറ്റത്ത് അല്പനേരം ഇരിക്കുമ്പോൾ അവർക്ക് വിട നൽകാനുള്ള സമയം ലഭിക്കുന്നു. ഭക്തൻ സുരക്ഷിതനായി ദർശനം പൂർത്തിയാക്കി എന്ന് മനസ്സിലാക്കി ഭൂതഗണങ്ങൾ നമ്മെ വിട്ട് തിരികെ ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങുന്നു. നാം ഉടനെ നടന്നാൽ ഗണങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും ഭക്തനെ പിന്തുടരുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനാണ് മുറ്റത്ത് ഇരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് നമ്മെ സംരക്ഷിച്ച ഭൂതഗണങ്ങൾ തിരികെ പോകുന്ന ഒരു ആത്മീയമായ കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് വിട നൽകേണ്ടത് ഭക്തന്റെ കടമയാണ്. ക്ഷേത്രമതിൽ കെട്ടിനു പുറത്തിറങ്ങുന്നതുവരെ ഭഗവാന്റെ കാവൽക്കാർ ഒപ്പമുണ്ടാകും. നാം ഇരിക്കുമ്പോൾ അവർ ഭക്തനു ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുന്നു. ഭക്തൻ തന്റെ ഭൗതികമായ ആകുലതകൾ ക്ഷേത്രമുറ്റത്ത് ഉപേക്ഷിച്ചുവെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. ശാന്തിയും സമാധാനവും മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. ക്ഷേത്രത്തിനകത്തെ മന്ത്രോച്ചാരണങ്ങളിൽ നിന്നും പൂജകളിൽ നിന്നും ലഭിച്ച പോസിറ്റീവ് ഊർജം നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായും അലിഞ്ഞുചേരാൻ ഈ ഇരിപ്പ് സഹായിക്കുന്നു. ഒരു വലിയ യാത്ര കഴിഞ്ഞു വന്നാൽ നാം ഇരിക്കുന്നതുപോലെ ആത്മീയ യാത്രയായ ദർശനത്തിനു ശേഷം മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. അപ്പോഴാണ് ദർശനത്തിന്റെ പൂർണ്ണഫലം ലഭിക്കുക. ശിവം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ ഈ സമയം ആവശ്യമാണ്. തിരക്കിട്ട് പുറത്തേക്ക് ഓടുമ്പോൾ ഭൗതിക ലോകത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. എന്നാൽ അല്പനേരം ഇരിക്കുമ്പോൾ കണ്ട ദർശനത്തെയും ഭഗവാന്റെ രൂപത്തെയും മനസ്സിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ക്ഷേത്രത്തിനകം ഒരു പ്രത്യേക ഊർജ്ജമണ്ഡലമാണ്. അവിടെ നിന്ന് പെട്ടെന്ന് ലൗകികമായ തിരക്കുകളിലേക്ക് കടക്കുന്നത് മാനസികമായി സംഘർഷമുണ്ടാക്കാം. ക്ഷേത്രമുറ്റത്തെ ഇരുത്തം ഒരു ബഫർ സോൺ പോലെ പ്രവർത്തിക്കുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കി ഭൗതിക ലോകത്തേക്ക് മടങ്ങാൻ പ്രാപ്തനാക്കുന്നു. ഇരിക്കുമ്പോൾ മൗനം പാലിക്കേണ്ടത് നിർബന്ധമാണ്. വർത്തമാനം പറയുകയോ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഊർജം നഷ്ടപ്പെടുത്തും. കണ്ണുകൾ അടച്ച് ഇരിക്കുന്നത് ക്ഷേത്രത്തിലെ മന്ത്രധ്വനികൾ ഉപബോധമനസ്സിലേക്ക് എത്തിക്കും. വീട്ടിലെത്തിയാലും ആ ശാന്തി നിലനിർത്താൻ ഇത് സഹായിക്കും. ഭൗതികമായ ആകുലതകൾ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ തന്നെ ഉപേക്ഷിക്കണം. ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിച്ച സമാധാനം ഉള്ളിൽ നിറയ്ക്കണം. ഇരിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഭഗവാന്റെ അനുമതി ലഭിച്ചാലേ ഗണങ്ങൾക്ക് തിരികെ പോകാൻ സാധിക്കൂ. ഭക്തൻ ഇരിക്കുന്നത് ഭഗവാനുള്ള ഒരു സൂചന കൂടിയാണ്. തന്റെ ഭക്തൻ തൃപ്തനായി മടങ്ങുന്നുവെന്ന് ഭഗവാൻ തിരിച്ചറിയുന്നു. ഈ ആചാരം പാലിക്കുന്നത് ദർശനത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിൽ ഉറപ്പിക്കാൻ ഈ വിടവാങ്ങൽ സമയം സഹായിക്കുന്നു. ഭൂതഗണങ്ങളോടുള്ള ഒരു നന്ദി പ്രകടനമാണ് ഈ നിശബ്ദമായ ഇരുത്തം. ഇത് പാലിക്കാത്ത പക്ഷം ദർശനം പൂർണ്ണമാകില്ലെന്ന് പഴമക്കാർ പറയുന്നു. ക്ഷേത്രത്തിലെ സുഗന്ധവും അന്തരീക്ഷവും മനസ്സിനെ ഉന്മേഷഭരിതമാക്കുന്നു. ആത്മീയമായ ഉണർവ് ലഭിക്കാൻ ഈ നിശബ്ദത സഹായിക്കുന്നു. തിരക്കിട്ടു പോകുന്നവർക്ക് ദർശനത്തിന്റെ ഫലം പൂർണ്ണമായി ലഭിക്കില്ല എന്ന് പറയപ്പെടുന്നു.
മനസ്സിന്റെ ചഞ്ചലത ഒഴിവാക്കാൻ ഈ സമയം ഉപയോഗിക്കണം. ശാന്തിയും സമാധാനവും ഉള്ളിൽ ഉറപ്പിക്കുന്ന പ്രക്രിയയാണിത്. ഓരോ കോശത്തിലും ഭഗവാന്റെ ചൈതന്യം നിറയുന്നതായി സങ്കൽപ്പിക്കുക. ഭഗവാന്റെ രൂപം കണ്ണുകളിൽ തെളിയണം. ആ ചൈതന്യം നമ്മെ പൊതിയുന്നതായി തോന്നണം. ഈ സമയത്ത് ലഭിക്കുന്ന ശാന്ത വിലമതിക്കാനാവാത്തതാണ്. അത് ലൗകിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു. ക്ഷേത്രമുറ്റത്തെ ഇരുത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുമ്പോൾ പാലിക്കേണ്ട ചില സൂക്ഷ്മ ആചാരങ്ങളുണ്ട്. വസ്ത്രത്തിലെ പൊടി തട്ടിക്കളയരുത് എന്നത് ഇതിലൊന്നാണ്. ക്ഷേത്രമുറ്റത്ത് ഇരുന്ന ശേഷം എഴുന്നേൽക്കുമ്പോൾ വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയോ മണ്ണോ തട്ടിക്കളയരുത് എന്ന് വിശ്വാസമുണ്ട്. കാരണം ക്ഷേത്രത്തിലെ മണ്ണ് പവിത്രമാണ്. അതിൽ ഭഗവാന്റെ ചൈതന്യവും പാദസ്പർശവുമുണ്ട്. ആ മണ്ണും പൊടിയും നമ്മുടെ കൂടെ വീട്ടിലെത്തുന്നത് ഐശ്വര്യമാണെന്ന് കരുതപ്പെടുന്നു. ഭഗവാന്റെ പ്രസാദമായി ആ മണ്ണിനെ കാണാം. ഒരിക്കൽ ക്ഷേത്രമുറ്റത്ത് നിന്ന് എഴുന്നേറ്റ് നടന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്. നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം മടങ്ങാൻ തയ്യാറായില്ല എന്ന് കരുതി ഭൂതഗണങ്ങൾ വീണ്ടും നമ്മുടെ കൂടെ വരാൻ ശ്രമിക്കും. ഭഗവാൻ എന്റെ കൂടെയുണ്ട്, ഇനി എനിക്ക് ഭയപ്പെടാനില്ല എന്ന ആത്മവിശ്വാസത്തോടെ നേരെ മുന്നോട്ട് നടക്കുക. ക്ഷേത്രദർശനം കഴിഞ്ഞു പുറത്തുവന്നാൽ ഉടൻ കാലുകൾ കഴുകരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട്. ക്ഷേത്രത്തിലെ പവിത്രമായ മണ്ണിൽ നിന്നും പാദങ്ങളിലൂടെ ഊർജം ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഉടൻ കാലുകൾ കഴുകുന്നത് ആ ചൈതന്യത്തെ ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം ആരെയും വിളിച്ച് യാത്ര പറയുകയോ പുറകിലേക്ക് നോക്കി തൊഴുകയോ ചെയ്യരുത്. യാത്ര പറയുമ്പോൾ ഗണങ്ങൾ വീണ്ടും കൂടെ വരും എന്ന് സങ്കല്പം. പ്രാർത്ഥനയിൽ ഭഗവാനെ, ഈ ദർശനത്തിലൂടെ ലഭിച്ച പുണ്യം എന്റെ കൂടെയുണ്ടാകണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് നേരെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതാണ് ഉത്തമം. ഭഗവാന്റെ പക്കൽ നിന്ന് കൊണ്ടുവരുന്ന ആ പോസിറ്റീവ് വൈബ്രേഷൻ ആദ്യം സ്വന്തം കുടുംബത്തിലേക്കാണ് പകരേണ്ടത്. ഉടൻ മറ്റൊരു വീട് സന്ദർശിക്കുന്നത് ആ ചൈതന്യത്തെ കുറയ്ക്കും. ഭഗവാൻ കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടെ മടങ്ങുക. മനസ്സിനെ ഭൗതിക ചിന്തകളിലേക്ക് ഉടൻ വിട്ടുകൊടുക്കരുത്. ആത്മീയമായ ആ സുരക്ഷിത ബോധം നിലനിർത്തുക. മഹാദേവൻ തന്റെ ഭക്തരെ അയക്കുമ്പോൾ അത് വെറുമൊരു യാത്രയപ്പല്ല. നീ എന്റെ അതിഥിയാണ്, നിന്നെ കാത്തുരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് ഭഗവാന്റെ നിലപാട്. മഹാദേവൻ ഒരു പിതാവിനെപ്പോലെയാണ്. ഒരു പിതാവ് തന്റെ മകനെ കാറിൽ കയറ്റി അയക്കുമ്പോൾ അവൻ സുരക്ഷിതനായി ഇരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നോക്കി നിൽക്കാറില്ലേ? അതുപോലെയാണ് ക്ഷേത്രമുറ്റത്തെ ആ ഇരുത്തം. നീ എന്റെ സന്നിധിയിൽ വന്നു, ഇപ്പോൾ സുരക്ഷിതനാണ്, ഇനി സമാധാനത്തോടെ നിന്റെ ലോകത്തേക്ക് മടങ്ങുക എന്ന് ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കുന്നു. ഭഗവാൻ തന്റെ ഭൂതഗണങ്ങളോട് ഭക്തനെ യാത്രയാക്കാൻ ആവശ്യപ്പെടുന്നു. നാം അവിടെ ശാന്തമായി ഇരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഭംഗിയായി പൂർത്തിയാകുന്നു. ശിവപുരാണത്തിൽ ഭഗവാൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്, ദേവി, എന്റെ നാമം ഉരുവിട്ട് എന്റെ സന്നിധിയിൽ വരുന്നവന്റെ യോഗക്ഷേമം നോക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ഈ ബാധ്യത നിറവേറ്റാനാണ് ഭഗവാൻ തന്റെ ശക്തിയുടെ അംശങ്ങളായ ഭൂതഗണങ്ങളെ ഭക്തർക്ക് കാവൽ നിർത്തുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം തനിച്ചാണെന്ന് തോന്നൽ വേണ്ട. ഭഗവാൻ ശിവൻ തന്റെ ഭക്തരെ വെറുമൊരു സന്ദർശകരായിട്ടല്ല, മറിച്ച് തന്റെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് കാണുന്നത്. ആ ഒരു സുരക്ഷിത ബോധം ഓരോ ശിവക്ഷേത്ര ദർശനവും നമുക്ക് നൽകുന്നു. ക്ഷേത്രമുറ്റത്ത് ഇരിക്കുമ്പോൾ നാം ചെയ്യുന്ന മൗനമായ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഭഗവാന്റെ സേവകരോടുള്ള ഒരു കൃതജ്ഞത കൂടിയാണ്. നിശബ്ദതയുടെ ശക്തി ക്ഷേത്രമുറ്റത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ഭക്തൻ തന്റെ ഭൗതികമായ ആകുലതകൾ ക്ഷേത്രമുറ്റത്ത് ഉപേക്ഷിച്ച് ശാന്തിയും സമാധാനവും മാത്രം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഭഗവാൻ ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം ദർശനത്തിന്റെ ഭാഗമായ ആത്മീയ നിയമങ്ങളാണ്. ഇവ പാലിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയും. ഭഗവാന്റെ കാരുണ്യം എപ്പോഴും കൂടെയുണ്ടാകും. ഓരോ ചുവടിലും ഭഗവാന്റെ സംരക്ഷണം അനുഭവിക്കാൻ ഈ ആചാരങ്ങൾ നമ്മെ പ്രാപ്തരാക്കും. ഓം നമഃ ശിവായ. ചോദ്യം: ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം വന്ദിക്കേണ്ടത് ആരെ? എ. ദ്വാരപാലകർ. ബി. ബലിക്കല്ല്. സി. ക്ഷേത്രപാലകൻ. ഡി. പുരോഹിതൻ. ചോദ്യം: ക്ഷേത്രപാലകൻ ഭക്തനെ എന്തിനാണ് നിരീക്ഷിക്കുന്നത്? എ. വസ്ത്രധാരണം. ബി. ക്യൂ പാലിക്കൽ. സി. മനസ്സിന്റെ ശുദ്ധി.
ഡി. വഴിപാടിന്റെ തുക. ചോദ്യം: ദർശനം കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് പോകാൻ പാടില്ലാത്തത് എന്തുകൊണ്ട്? എ. നന്ദിയുടെ അനുമതി വേണം. ബി. പൂജ അവസാനിച്ചിട്ടില്ല. സി. ഭൂതഗണങ്ങൾക്ക് വിട നൽകണം. ഡി. പ്രസാദം ലഭിക്കണം. ചോദ്യം: ദർശനത്തിന് ശേഷം ഇരിക്കാൻ അനുയോജ്യമായ ഭാഗം ഏത്? എ. കിഴക്ക്. ബി. തെക്ക്. സി. പടിഞ്ഞാറ്. ഡി. വടക്ക്. ചോദ്യം: നന്ദിയുടെ പ്രധാന ചുമതല എന്താണ്? എ. പൂജ നടത്തുക. ബി. ഭക്തനെ നിരീക്ഷിക്കുക. സി. വഴിപാടുകൾ സ്വീകരിക്കുക. ഡി. ഭൂതഗണങ്ങളെ നിയന്ത്രിക്കുക. ചോദ്യം: ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ വന്ദിക്കേണ്ടത് ഏത്? എ. നന്ദി. ബി. പ്രധാന ബലിക്കല്ല്. സി. ദ്വാരപാലകർ. ഡി. പുരോഹിതൻ. ചോദ്യം: ദർശനത്തിന് ശേഷം ഇരിക്കുന്നത് എന്തിനു സഹായിക്കുന്നു? എ. ശരീരശക്തി വർദ്ധിപ്പിക്കാൻ. ബി. ഊർജം ശരീരത്തിൽ അലിഞ്ഞുചേരാൻ. സി. വഴിപാടുകൾ ഓർക്കാൻ. ഡി. ക്യൂ ഒഴിവാക്കാൻ. ചോദ്യം: ഇരിക്കുമ്പോൾ പാലിക്കേണ്ടത് ഏത്? എ. സംസാരിക്കുക. ബി. ഫോൺ ഉപയോഗിക്കുക. സി. മൗനം പാലിക്കുക. ഡി. നടക്കുക. ചോദ്യം: ഭക്തൻ ഇരിക്കുന്നത് ഭഗവാനോട് എന്തിന്റെ സൂചനയാണ്? എ. വഴിപാടിന് തയ്യാറാണ്. ബി. ദർശനം പൂർത്തിയായി. സി. പ്രസാദം വേണം. ഡി. വീണ്ടും ദർശനം വേണം. ചോദ്യം: ദർശനത്തിന്റെ പൂർണ്ണഫലം ലഭിക്കാൻ വേണ്ടത്? എ. കൂടുതൽ വഴിപാടുകൾ. ബി. കൂടുതൽ മന്ത്രങ്ങൾ. സി. ശാന്തമായ ഇരിപ്പ്. ഡി. കൂടുതൽ പ്രദക്ഷിണം. ഇന്ന് നമ്മൾ ശിവപുരാണത്തിന്റെ 5-ാം പേജിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാദേവ ഭക്തരെല്ലാരും ശിവപുരാണം കേൾക്കുന്നുണ്ട് എന്ന് കരുതട്ടെ. ഇന്ന് നാം ശിവപുരാണത്തിന്റെ 5-ാം പേജ് വായിക്കാൻ തുടങ്ങുന്നു. ഇന്ന് നാം ശിവഭക്തിയുടെ ഹൃദയമായി കണക്കാക്കപ്പെടുന്ന മഹാമന്ത്രമായ നമഃശിവായ എന്ന പഞ്ചാക്ഷരമന്ത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ശിവപുരാണം പറയുന്നത് ഈ 5 അക്ഷരങ്ങൾ സാധാരണ വാക്കുകൾ അല്ല. സൃഷ്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദിവ്യശബ്ദങ്ങളാണ്. ന ഭൂമിയെ, മ വെള്ളത്തെ, ശി അഗ്നിയെ, വാ വായുവിനെ, യ ആകാശത്തെ സൂചിപ്പിക്കുന്നു. ഈ 5 ഘടകങ്ങളാൽ തന്നെയാണ് ലോകവും മനുഷ്യശരീരവും നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമഃശിവായ ജപം സകല സൃഷ്ടിയുമായുള്ള ഏകത്വം ഓർമ്മിപ്പിക്കുന്നതെന്ന് ശിവപുരാണം വിശദീകരിക്കുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ശാന്തമാകുന്നു. ചിന്തകൾ ശുദ്ധിയിലേക്ക് നീങ്ങുന്നു. ഭക്തിയോടെ, ഏകാഗ്രതയോടെ ഈ മന്ത്രം ആവർത്തിക്കുമ്പോൾ അഹങ്കാരം പതിയെ അലിഞ്ഞുപോകുന്നു. അപ്പോൾ മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള ശിവചൈതന്യത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നു. ശിവപുരാണം പറയുന്നത് വലിയ യാഗങ്ങളോ ദുഷ്കരമായ തപസ്സുകളോ ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ ഭക്തിയോടെ നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് ഏവർക്കും സാധ്യമാണ്. ഈ മന്ത്രം മനുഷ്യനെ ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആത്മീയമായ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ ശിവഭക്തരുടെ ജീവിതത്തിൽ പഞ്ചാക്ഷരമന്ത്രത്തിന് അത്യന്തം പ്രാധാന്യമുണ്ട്. ഈ മന്ത്രം ഭക്തിയുടെ വഴിയിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആത്മാവിനെ ശിവനോടുള്ള ഏകത്വത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അടുത്ത വീഡിയോയിൽ ശിവപുരാണം ദിവസം 6. ശിവഭക്തിയുടെ മാർഗവും ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ മാറ്റങ്ങളും കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നിങ്ങൾ ഒരു മഹാദേവ ഭക്തനെങ്കിൽ ദയവായി അദ്ദേഹത്തിനു വേണ്ടി ഒരു കമന്റ് ഇടണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയും. കൂടാതെ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം എന്നും ചിന്തിക്കാം. ഈ ചാനൽ മഹാദേവ ഭക്തിയോടൊപ്പം ഭക്തനെ ആത്മീയമായും മാനസികമായും ശക്തിപ്പെടുത്തുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ കേൾക്കാൻ മാത്രം അല്ല, ചിന്തിക്കാനും പരിശ്രമിക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്ന ഒരു മാർഗമാണ്.
മഹാദേവൻ പറയുന്നത് ഇതാണ്: സമയം തന്നെ ശത്രുവല്ല, നമ്മൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വിധിയെ രൂപപ്പെടുത്തുന്നത്. ഇവിടെയാണ് വാമദേവ മുഖത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: ഗുളികകാലം പോലും നല്ലതാക്കി മാറ്റാൻ കഴിയും. സാധാരണയായി ഗുളികകാലം ഒരു മോശം സമയമായാണ് പറയപ്പെടുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് ആവർത്തിക്കപ്പെടുന്ന പ്രവണതകളായി മാറുന്നത്. ആ സമയം വെറുതെ ഇരിക്കുകയോ നെഗറ്റീവ് ചിന്തകളിൽ മുങ്ങുകയോ ചെയ്താൽ അവ തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ അതേ സമയത്ത് പഠനം, ധ്യാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അവയും തന്നെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. വാമദേവൻ നല്ല പ്രവണതകളെ പോഷിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സൗമ്യത, വളർച്ച, സ്ഥിരത എന്നിവ നൽകുന്ന മഹാദേവന്റെ മുഖമാണ്. അതുകൊണ്ടുതന്നെ ഗുളികകാലം പോലും വാമദേവന്റെ അനുഗ്രഹത്തോടെ നല്ലതിന്റെ തുടക്കമാക്കാൻ കഴിയുന്ന സമയമാണ്. പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം വിഷയാനുസൃതമായി യൂട്യൂബ് പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സമയം ലഭിക്കുമ്പോൾ അവ തീർച്ചയായും കാണുക. ഈ വീഡിയോകൾ വെറും വിവരങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഉയരുന്ന അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആത്മീയ വഴികാട്ടികളാണ്. ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ സമയങ്ങളിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന ശക്തിയാണ് ഇവ. വിശ്വാസം തളരുമ്പോൾ ദൈവവിശ്വാസം വീണ്ടും ഉണർത്തി ഉറപ്പിക്കുന്ന ദീപശിഖയാണ് ഈ പരമ്പര. ഇത് ഒരു സാധാരണ കണ്ടന്റ് അല്ല. നമ്മുടെ ഉള്ളിലെ സംശയങ്ങളെ ശാന്തിയാക്കുന്ന ആത്മീയ സംഭാഷണമാണ്. കാണുക, ചിന്തിക്കുക, അനുഭവിക്കുക. നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകട്ടെ. നിങ്ങൾ ഇതുവരെ കാണാത്ത ആത്മീയ അനുഭവങ്ങളുമായി ഇനി ഈ ചാനൽ മുന്നോട്ടു പോകുന്നു. ഈ യാത്രയ്ക്ക് ശക്തിയും പ്രോത്സാഹനവും നൽകിയ ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഈ ശ്രമത്തിന്റെ പ്രാണൻ. ഈ പരിശുദ്ധ ദൗത്യത്തിന് ദിവ്യപ്രചോദനവും ആത്മീയ ശക്തിയും നൽകി എന്റെ ഹൃദയത്തിൽ എന്നും ഒരു ദീപം തെളിയിക്കുന്ന ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹത്തിനും എന്റെ ഹൃദയത്തിൽ നിന്നും ശതകോടി പ്രണാമം. ഇത് വെറും തുടക്കം. ഇനി വരാനിരിക്കുന്നത് ആഴത്തിലുള്ള സന്ദേശങ്ങൾ, ആത്മാവിനെ ഉണർത്തുന്ന അനുഭവങ്ങൾ, വിശ്വാസത്തെ അടിത്തറയിൽ നിന്ന് ശക്തിപ്പെടുത്തുന്ന കഥകൾ. ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ. മഹാദേവൻ ഭക്തനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഭക്തനും മഹാദേവനും തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ബന്ധം ജീവിതത്തെ നല്ല അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ജീവിതത്തിലെ ഓരോ നല്ല സമയവും മോശം സമയവും ഗുരുക്കന്മാരാണ്. പ്രത്യേകിച്ച് കഠിന സമയങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അവയിൽ നിന്ന് പഠിച്ച് മഹാദേവനിൽ വിശ്വാസം നിലനിർത്തി ധൈര്യത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നമ്മുടെ ധർമ്മം. മഹാദേവൻ നമ്മളെ പരീക്ഷിക്കുന്നില്ല, നമ്മളെ ശക്തരാക്കുകയാണ്. മഹാദേവന്റെ മഹത്വം ഒരു ജന്മം കൊണ്ടുപോലും മുഴുവൻ പറയാനാവില്ല. അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വത്തിന്റെ മഹിമ. ഈ വീഡിയോയുടെ അവസാനത്തിൽ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി 15 മിനിറ്റ് ധ്യാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും സമ്മർദ്ദം, ആശങ്ക, അമിതചിന്ത എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ആദ്യമായി ധ്യാനം ചെയ്യുന്നവർ 1 മിനിറ്റിൽ നിന്ന് തുടങ്ങുക. ആദ്യ ദിവസം 1 മിനിറ്റ്, അടുത്ത ദിവസം 2 മിനിറ്റ് എന്നിങ്ങനെ ക്രമമായി കൂട്ടാം. പ്രേക്ഷകർക്ക് സൗകര്യമാകാൻ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സ്ക്രീനിൽ സമയം കാണിക്കും. ശരീരത്തിലെ എല്ലാ രക്തധമനികളിലും ഉണർവ് സൃഷ്ടിക്കുകയും ഹൃദയാരോഗ്യവും രക്തസമ്മർദ്ദവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിതമായ ശ്വാസക്രമം ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ കുറയാൻ സഹായകരമാകുകയും ചെയ്യുന്നു. ഈ ധ്യാനം ഉറക്കത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ പ്രാണവായുവിന്റെ പ്രവാഹം സജീവമാക്കുകയും ചെയ്യുന്നു. 10 സെക്കൻഡ് ഇടവേളയിൽ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 30 തവണ ജപിക്കുന്ന രീതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും പുതിയ മിനിറ്റിന്റെ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇത് മാനസിക സ്ഥിരതയും ആത്മീയ ശാന്തിയും ആന്തരിക സമതുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നു. ഇത് യോഗയിലെ ഒരു അടിസ്ഥാന പ്രാക്ടീസ് ആണ്. ഭക്തിയോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം ലഭിക്കും. മനസ്സ് ശാന്തമാകട്ടെ, ചിന്തകൾ നിലയ്ക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു. യോഗ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് തുടരാം.
നമഃ ശിവായ. ഓം 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 നമഃ ശിവായ. ഓം
Namah Shivaya. Om 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 Namah Shivaya. Om
Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya.